ഹായ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരുപാട് തലസ്ഥാന വാസികളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒരു പടി കൂടി മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, മുൻപോട്ട് പോയിരിക്കുകയാണ്. തിരുവനന്തപുരം മെട്രോയുടെ ഫൈനൽ അലൈൻമെന്റിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു. 1990s സമയത്ത് ആദ്യമായിട്ട് വന്ന പ്രപ്പോസലാണ് തിരുവനന്തപുരത്ത് മെട്രോ എന്നുള്ളത്. പിന്നെ ഒരുപാട് കാലം അതങ്ങനെ ഫയലിൽ കിടന്നു, ഒരുപാട് പഠനങ്ങൾ നടന്നു. അവസാനം 2013 സമയത്ത് മോണോ റെയിൽ കൊണ്ടുവരാൻ വേണ്ടി DPR വരെ വിളിച്ച ടെൻഡർ വരെ വിളിച്ച സമയമായിരുന്നു. എന്നിട്ട് അതൊക്കെ മാറി ലൈറ്റ് മെട്രോ ആയി. പിന്നെ ഇപ്പൊ അവസാനം നമ്മുടെ കൺവെൻഷണൽ മെട്രോ, അതായത് നോർമൽ എല്ലായിടത്തും ഉള്ള ഒരു മെട്രോ തന്നെയാണ് നമുക്ക് തിരുവനന്തപുരത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ റീസൺസ് ഗവൺമെന്റ് ഓർഡറിൽ പറയുന്നുണ്ട്. വളരുന്ന തിരുവനന്തപുരത്തിനും പിന്നെ ഇവിടുത്തെ എക്കണോമിക് ഫാക്ടേഴ്സ് ബാക്കി എല്ലാം കണക്കിലെടുത്ത് ഇവിടെ കൺവെൻഷണൽ മെട്രോ ആണ് ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞ് അത് എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഫൈനൽ അലൈൻമെന്റ് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ DPR റിവൈസ് ചെയ്യണം. പിന്നെ അതിന് ചിലപ്പോൾ KMR ബോർഡിന്റെ അപ്രൂവൽ വേണ്ടി വരുമായിരിക്കും. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം, ക്യാബിനറ്റ് അപ്രൂവൽ വേണം. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിലോട്ട് അയക്കണം. പിന്നെ അവർ എത്ര ടൈം എടുക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കൊച്ചി മെട്രോയുടെ സെക്കൻഡ് ഫേസ് കാക്കനാട് ഉള്ള ലൈന് ഏതാണ്ട് 2-2.5 വർഷം എടുത്തു തോന്നുന്നു അപ്രൂവലിന്. അപ്പം എത്ര സമയം വേണോ എടുക്കാം. അതേ സമയം അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള പ്രോജക്റ്റുകൾക്ക് 6 മാസം കൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പണി തുടങ്ങാൻ പറ്റുമെന്ന്. അപ്പോ KMR MD ബെഹ്റ പറഞ്ഞത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 30 മാസത്തിനുള്ളിൽ പണി തീർക്കാൻ പറ്റും എന്നാണ്. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന പ്ലാൻ പ്രകാരം 31 കിലോമീറ്റർ, 27 സ്റ്റേഷനാണ്. സ്റ്റാർട്ടിങ് പാപ്പനംകോട്, അതുവഴി കൈമനം, കിള്ളിപ്പാലം, കരമന, കിള്ളിപ്പാലം, തമ്പാനൂർ, പാളയം, അങ്ങനെ പോയി പട്ടത്തുനിന്ന് തിരിഞ്ഞ് മെഡിക്കൽ കോളേജ് വഴി, പിന്നെ കാര്യവട്ടം വഴി തിരിഞ്ഞ് കഴക്കൂട്ടത്ത് നിന്ന് തിരിഞ്ഞ് ടെക്നോ പാർക്ക് വഴി ആക്കുളം, അങ്ങനെ വെൺപാലവട്ടം, നേരെ നമ്മുടെ എയർപോർട്ട്, അവിടെ നിന്ന് ഈഞ്ചക്കൽ. ഇത്രയാണ്, ഇങ്ങനെ ഒരു ലൈനാണ് ഇപ്പൊ അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്. ഇതില് അവര് ഫ്യൂച്ചർ ഫേസസ് പറയുന്നുണ്ട്. ആറ്റിങ്ങൽ സൈഡ്, ആറ്റിങ്ങൽ വരെയും നെയ്യാറ്റിങ്കര വരെയും പിന്നെ വിഴിഞ്ഞത്തോട്ടം, ഇങ്ങനെ എക്സ്പാൻഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴ് അപ്രൂവൽ കിട്ടിയിരിക്കുന്ന പ്ലാന്. നമുക്ക് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഇനി ഒരുപാട് വൈകാതെ, ഇപ്പൊ തന്നെ ഒരുപാട് വർഷങ്ങൾ വൈകിയിട്ടുണ്ട്. നമുക്കിപ്പോ മെട്രോ കൺസ്ട്രക്ഷൻ തീർന്ന് ഓപ്പറേഷണൽ ആവേണ്ട സമയമൊക്കെ ആയിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ അങ്ങ് വൈകിപ്പോയി. ഇനിയെങ്കിലും വൈകാതെ എത്രയും പെട്ടെന്ന് DPR അവർ റിവൈസ് ചെയ്ത് അതിന് അപ്രൂവലും കിട്ടി. പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനവും. അതുവരെ ടെൻഷൻ അടിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പൊ അലൈൻമെന്റ് മാത്രമേ നമുക്ക് ഫൈനലൈസ് ആയിട്ടുള്ളൂ. അപ്പൊ ഒരു തുടക്കം മാത്രമാണ് വന്നിരിക്കുന്നത്. പക്ഷെ മീഡിയയും പൊതുജനങ്ങളും, ഈവൻ നമ്മുടെ ഓട്ടോ ചേട്ടന്മാരും പ്രൊഫഷണൽസും അല്ലാതെ പ്രായമായവരും എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ടാണ് മീഡിയയുടെ ഓരോ ക്വസ്റ്റ്യൻസിനും പറയുന്നത്. ആരും ഇതുവരെ നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും വരണം, നേരത്തെ വരേണ്ടതായിരുന്നു, ഇൻക്ലൂഡിങ് ഓട്ടോക്കാർ. അത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ട് ആൾക്കാർ കാണുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിന് ഇനി ഒരു സ്പീഡപ്പ് ആവശ്യമാണ്. ജനപ്രതിനിധികളൊക്കെ കറക്റ്റായിട്ട് ഇടപെടലുകൾ നടത്തിയാൽ സ്ലോ ആവാതെ ഗവൺമെന്റ് അത് പെട്ടെന്ന് ചെയ്യുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും നല്ലൊരു ന്യൂസാണ് നമുക്ക് കിട്ടിയത്. ഇത്രയേ ഉള്ളൂ.